ഈ ഒരു പെഡലിലേക്ക് കൊടുക്കുമ്പോഴാണ് ഇതേപോലെ കൊടുക്കുന്ന സമയത്താണ് അത് കുറച്ചുകൂടി പവർ ഉള്ളത്, എന്താ പറയുക, കുറച്ചുകൂടി വെട്ടിയെടുക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള മരങ്ങളുണ്ടല്ലോ. വലത് ഭാഗത്തായിട്ട് നിങ്ങൾ കണ്ടോ ഒരു ഹാൻഡിൽ കണ്ടോ, ആ ഹാൻഡിൽ മേലോട്ടും താഴോട്ടും ആകുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു മരം നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്നത്. ഇന്ന് FG റോവർ ഉള്ളത് കാലിക്കറ്റ് കോഴിക്കോട് തൊട്ടടുത്ത് രാമനാട്ടുകാരൻ്റെ തൊട്ടടുത്തായിട്ട് ചേലുപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഞാൻ വേറൊരു ഷൂട്ടിന് പോകുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു, അത് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് എത്തിക്കുക എന്നുള്ളൊരു കാര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് വിറക് കീറുന്നത്, അതായത് ഹൈഡ്രോളിക് മെഷീൻ വെച്ചിട്ട് വിറക് കീറുന്ന ഒരു കാഴ്ച കണ്ടു. പലരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, ഒരു സ്വയം തൊഴിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒരു ചെറിയൊരു ആപ്പ് ഓട്ടോ വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു മെഷീൻ, ഒരു ഹൈഡ്രോളിക് മെഷീൻ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും വളരെ വേഗതയിലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വിറക് കീറിക്കൊണ്ടിരിക്കുന്നത്. അതെന്തൊക്കെയാണ് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. നേരെ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് ആ വിറക് വെട്ട് മെഷീൻ കേട്ടോ. ഈ കാണുന്നതല്ല വിറക് വെട്ട് മെഷീൻ, ഇത് ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയാണ്. ഇതിൻ്റെ പുറകിലാണ് ഈ ഒരു മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് ഹൈഡ്രോളിക്കിലാണ്. ഹൈഡ്രോളിക്കിന് അതിൻ്റെ കൂടുതലും സപ്പോർട്ടീവായിട്ട് കൊടുത്തിരിക്കുന്നത് ഡീസൽ എഞ്ചിനാണ്. ഈ ഡീസൽ എഞ്ചിനും ഹൈഡ്രോളിക്കും വെച്ചിട്ടാണ് ഈ വിറക് വെട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് പറയുന്നത്. നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറയുന്നത് വിറക് കീറുക എന്നാണ്. ഞാൻ ആ രീതിയിൽ തന്നെ സംസാരിക്കാം. ഈ വിറക് കീറിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു മെഷീൻ വെച്ചിട്ട്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഏത് സൈസിലാണോ ഒരു കസ്റ്റമർ പറയുന്നത് ആ സൈസിൽ ചെയ്തെടുക്കാൻ പറ്റും. അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. വളരെ ചെറിയ സൈസിലും ചെയ്യാം, കുറച്ച് വലിയ സൈസിലും ചെയ്യാം. ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം, ഈ ഒരു മെഷീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോ അല്ല, ഇത് മാനുവലിയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഈ മാനുവലി ചെയ്തെടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ വളരെ കുറവാണ്. അപകടം തീരെയില്ല എന്നല്ല, നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഷാർപ്പായിട്ടാണ് ഇതിൻ്റെ ബ്ലേഡ് വരുന്നത്. വളരെ ശ്രദ്ധ തന്നെ ഇതിൽ കൊടുക്കണം. പക്ഷേ മാനുവലി ചെയ്തെടുക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ലിവർ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ ഒരു ബ്ലേഡ് താഴോട്ടേക്കും അതുപോലെ തന്നെ മുകളിലോട്ടേക്കും പോകുന്നുള്ളത്. ഇത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നീളത്തിലും കട്ട് ചെയ്യാം, അതേപോലെ തന്നെ നമുക്കതൊരു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ നമുക്കിത് പറ്റും. സൈസാക്കിയിട്ട് എടുക്കാനും പീസാക്കി എടുക്കാനും ഒക്കെ ഈ ഒരു മെഷീനെ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ. ആ ഒരു ലിവർ മേലോട്ടേക്കും താഴോട്ടേക്കും ആക്കുന്നത് അനുസരിച്ചിട്ടാണ് ഇത് മേലോട്ട് താഴോട്ടേക്കും പോകുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇത് ചെറിയ രീതിയിലുള്ള വലിയ പ്രഷർ കൊടുക്കാതെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ കൈ കൊണ്ടുള്ള ലിവർ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. ചില മരമൊക്കെ വളരെ എന്താ പറയുക നല്ല ഹാർഡായിരിക്കും, നല്ല കട്ടിയായിരിക്കും. അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഹാർഡായിട്ടുള്ള മരങ്ങളൊക്കെ ആണെങ്കിൽ താഴെയുള്ള ഒരു പെഡൽ നിങ്ങൾ കാണുന്നില്ല, ഇതേപോലെ ഈ പെഡലിലേക്ക് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള മരങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അത് ചിലത് നമ്മൾ ഈ പച്ച മരം തന്നെ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. ചിലത് ഉണക്ക് മരമായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അത് രണ്ടും രണ്ട് വിധത്തിലാണ്. നമുക്ക് ഏതാണോ അതനുസരിച്ചിട്ട് ഈ ലിവർ കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് 2 പേരാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. ആ രണ്ട് പേരിൽ ഒരാൾക്ക് ഒറ്റയ്ക്കും ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത് ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. വലിയ രീതിയിൽ തന്നെ നമ്മൾ അധ്വാനിക്കേണ്ടി വരും. ഒറ്റയ്ക്കാണെങ്കിൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മരം എടുത്ത് വെച്ച് കൊടുക്കാനും ഒക്കെ ഒരാളുണ്ടാവും. അതേപോലെ നമ്മൾ വർക്ക് ചെയ്യാൻ ഇതിൻ്റെ ലിവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ സൈഡിൽ നിന്ന് ചെയ്തു കൊടുത്താൽ മതി. അതാകുമ്പോൾ ശ്രദ്ധ കുറച്ച് കൂടുതലുണ്ടാവും. അതേപോലെ തന്നെ വലിയ രീതിയിൽ അധ്വാനം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു മണിക്കൂറൊക്കെ ഇത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ ഇതിൻ്റെ ഡീസലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് നല്ല ഹാർഡായിട്ടുള്ള മരങ്ങളാണ് മാത്രമേ നമുക്ക് ഒരു 1.5 ലിറ്റർ വരെ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതിന് ഡീസലിൻ്റെ ഒരു ചിലവ് വരുന്നത്. ഇതിന് വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും ഇതിന് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊരു വരുമാനം സമ്പാദിക്കാനും പറ്റും. ഇതിൽ നിങ്ങൾ ഈ കാണുന്ന ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്, ഈ ഡീസൽ എഞ്ചിൻ വെച്ചിട്ടാണ് ഇത് ഇതൊക്കെ ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മെഷീൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഈ മെഷീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരിതിലേക്ക് വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ നമ്പറോ നിങ്ങളുടെ അഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, ഈ മരം വെട്ട് അല്ലെങ്കിൽ ഈ മരം കീറുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ആളുകളെ കിട്ടാൻ പോലും ഇല്ല. അത് നമ്മൾ വീടുകളിലായാലും ഹോട്ടലുകളിലായാലും കമ്പനികളിലായി കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ഇതിൽ കൂടി നമുക്ക് സമ്പാദിക്കാൻ പറ്റും. മണിക്കൂറിന് 500 രൂപ വെച്ചിട്ടാണ് ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. മരത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഈ ഒരു ഓട്ടോറിക്ഷയിലായതുകൊണ്ട്, ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയിലായതുകൊണ്ട്
കൊണ്ട് തന്നെ വലിയൊരു ഗുണമാണ്. കാരണം എത്ര ഉൾഭാഗത്തേക്കാണെങ്കിലും ഈ ഒരു വണ്ടി എടുത്ത് പോയിട്ട് നമുക്ക് വിറക് കീറി കൊടുക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊരു നല്ലൊരു സമ്പാദ്യം, നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിറക് വെട്ട് മെഷീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു 3.5 മുതൽ 4 ലക്ഷം വരെ ആകും എന്നുള്ള രീതിയിലാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇവർ ചെയ്തിരിക്കുന്ന പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു മെഷീൻ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, മെഷീൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, റേറ്റ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇവരെ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതായത് നിങ്ങൾക്ക് വിറക് വെട്ടാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അതെന്ന് വിചാരിച്ചിട്ട് ദൂരം നിന്നും വിളിച്ചേക്കരുത്, എറണാകുളത്തുനിന്നോ അല്ലെങ്കിൽ കൊല്ലത്തുനിന്നും വിളിച്ചേക്കരുത്. തൊട്ടടുത്തുനിന്ന്, അതായത് ഇവരിപ്പോൾ ചെയ്തുകൊണ്ട് കോഴിക്കോട് നിന്നാണ്, കോഴിക്കോട് രാമനാട്ടുകര ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വിറക് വെട്ടാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ വിളിക്കുക. ഇപ്പോഴത്തെ തന്നെ ഇവർ നല്ല ലോഡ് വർക്ക് ഇവർക്ക് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഡയറിയിൽ എഴുതി വെക്കുകയാണ് ചെയ്തത്. അത്രയും വർക്കുകൾ വരുന്നുണ്ട്. അത് അത്രയും ഫാസ്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവർ നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വിറക് വെട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യുക കേട്ടോ. അതേപോലെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ ഇതിനെക്കൊണ്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു വരുമാന മാർഗ്ഗത്തിലേക്ക് എത്താൻ പറ്റുവാണെങ്കിൽ വലിയ രീതിയിലൊരു സഹായകരമാകുന്നൊരു കാര്യം കൂടിയാണ്. എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ചെമ്പൻ മുഹമ്മദ് അലിഖാന്റെ വീട്ടിലാണ് ഈ ഒരു വിറക് കീറ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് അലിഖ, എന്തായാലും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇവരുടെ വർക്കൊക്കെ വളരെ കണ്ടീഷനാണ്. ഓക്കെ, അല്ല നമുക്കിപ്പോൾ ഇതെങ്ങനെ ഇവരുടെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ പറയുന്നത്? മണിക്കൂറിന് 500 രൂപയാണ് അവർ വാങ്ങുന്നത്. മണിക്കൂറിന് 500 രൂപ. ഓക്കെ, എല്ലാ സൈസും അവർ കീറും. മറ്റേതാകുമ്പോ ഇന്ത്യക്കാരാകുമ്പോ ഈ അൺസൈസ് ഒന്നും അവർ കീറൂല. ഓ, പുറത്തുള്ള ആൾക്കാരെ വെച്ച് ചെയ്യും അല്ലേ? അൺസൈസ് കീറൂല, അൺസൈസ് അടക്കം കീറിപ്പോവും. ഓ, അങ്ങനെയുണ്ട്. ഓക്കെ, അവർക്ക് എങ്ങനെയാ നേരം കൂലി വരുന്നത്? പിന്നെ അവർക്ക് ദിവസത്തിന് 1000 രൂപ കൂലിയാണ്. ദിവസം 1000. പക്ഷെ ഇത് മണിക്കൂറിന് 500 ഇല്ലേ? അപ്പൊ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. അതെങ്ങനെ? നമുക്ക് അതിന്റെ കീറൽ കുറച്ച് കൂടുതൽ, പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സൈസിൽ തന്നെ ആയി കിട്ടും. ഇന്ത്യക്കാരാകുമ്പോൾ വലിയ വണ്ണക്കാനാക്കി ഇട്ടേക്ക് പോകും. ഓക്കെ, വലിയ വണ്ണക്കാൻ കഷ്ണാക്കിട്ട് പോകും. ഓക്കെ, ഇതല്ല, ഇത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് ചെറിയ നമ്മളെ അടുപ്പിലേക്ക് കണക്കാക്കി പാകത്തിന്. അല്ല, ഒരു മണിക്കൂറിന് അവർ 500 മേടിക്കുമ്പോൾ മറ്റൊരു ദിവസത്തേക്ക് 1000 മേടിക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 4 ആൾ പണിയിരിക്കണ പണി സാധനം എടുത്തുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് നടക്കും അല്ലേ? ആ, അത് ശരിയാ. ഉൽപാദനം നമുക്കിത് കീറൽ കുറച്ച് കൂടുതൽ കീറിയിട്ട് കിട്ടും, പിന്നെ ടൈമും കുറഞ്ഞു കിട്ടും. ആ, ഓക്കെ, നല്ല സൈസിലുള്ള വിറകും കിട്ടും. അല്ല, ഈ സമയോപ്പിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത് പോയിട്ട് നിൽക്കേണ്ട ആവശ്യം ഉണ്ടോ? നമ്മളെ പരിചയമില്ല, നമ്മളെ പരിചയിച്ചെടുക്കുന്നില്ലേ, നമ്മൾ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകില്ലേ. ആ, അതുകൊണ്ട് പിന്നെ കറക്റ്റ്. അല്ല, നമ്മളിപ്പോ മണിക്കൂറാവുമ്പോ സമയോപ്പിക്കാനൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഡിമാൻഡ് ഉണ്ടോ? വിളിച്ച പെട്ടെന്ന് വന്നിട്ടോ? ഞാനിപ്പോ അവരെ ഒരു 15 ദിവസം ബാക്കിൽ നടക്കണേ. ഓ, അത് ശരി. ഇപ്പം പിന്നെ കിട്ടിയത് നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ എത്ര ആൾക്കാർ വളർന്നിട്ട് പിന്നെ പോലെ നമ്പറും ചോദിച്ച് പോയിക്കാണ്. നമുക്കൊന്ന് ഒരു ദിവസം ഏർപ്പാടാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഓക്കെ. ഇങ്ങനെ വന്നപ്പോ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. എന്തായാലും പരിചയപ്പെട്ടൊരു സന്തോഷമുണ്ട്. ഓക്കെ, മുഹമ്മദ് അലിക്കാടെ മകന്റെ മക്കളൊക്കെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്, വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ മെഷീൻ സെറ്റിംഗ്സ് ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഇവർ ചെയ്തെടുത്തതാണ്. അതായത് കോയമ്പത്തൂരിൽ അങ്ങനെ 2-3 സ്ഥലത്തു നിന്നാണ് ഇവർ ചെയ്തെടുത്തത്. ഇതിനെക്കുറിച്ചിട്ട് ഈ രീതിയിലുള്ള മെഷീൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒന്ന് വന്ന് കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും ഇത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാലോ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, bye.